അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്കിന്നിൻ്റെ ആദ്യത്തെ ഒരവസ്ഥ. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾ ഫ്രണ്ടിൽ ആ ഒരു ക്യാപ്ഷൻ വായിച്ചാണല്ലോ, എൻ്റെ സ്കിൻ റിക്കവറി ജേർണിയാണ് ഞാനിന്ന് കുറച്ച് പാർട്സായിട്ട് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എൻഡ് വരെ കാണുക, കണ്ടാൽ മാത്രമേ എനിക്ക് പണി തന്ന പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. ചിലപ്പോൾ ഇത് കാണുന്ന പലരും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പോകുന്നവരാവാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ ഒരു ലിസ്റ്റിൽ വാങ്ങാൻ വേണ്ടി വെച്ചേക്കുന്നവരൊക്കെ ആവും. സോ ഇത് കാണുക, അത് കണ്ട് അവസാനം വരെ കാണുക, എല്ലാ പാർട്സും കാണുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും ഡിമെറിറ്റ്സും എങ്ങനെയായിരുന്നു ഓരോ ജേർണി എന്നുള്ളതൊക്കെ അറിയാൻ പറ്റൂ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടറിയാം, അത്യാവശ്യം വലിയ കുഴപ്പമില്ല. ഡള്ളാണ് ഫേസ്, കാരണം അതിൻ്റെ കാരണമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. യെസ്, അപ്പം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഒരു ഐ തിങ്ക് ഒരു 3 years ബാക്ക് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ എനിക്ക് ഫസ്റ്റ് വന്നൊരു പ്രൊമോഷനാണ് ഈ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം. അപ്പോൾ ഞാനൊരു മീഡിയം നിറമുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബ്രൈറ്റ് ആയാൽ കൊള്ളാം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഫാൻ ഓഫ് ചെയ്തേക്കുക, ശബ്ദം എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഞാൻ ഫാൻ ഓഫ് ചെയ്തേക്കുക കേട്ടോ, അതാണ് ഇങ്ങനെ വീർക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കുറച്ച് സ്കിൻ ബ്രൈറ്റൻ ആവണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മര്യാദയ്ക്കിരുന്ന സ്കിന്നാണ് കേട്ടോ, ഒരു മീഡിയം കളറിൽ മര്യാദയ്ക്കിരുന്ന സ്കിന്നാണ്. അങ്ങനെ ഈ ഒരു ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് വരെ എനിക്ക് പ്രൊമോഷൻ വന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കേട്ടു. അന്ന് എനിക്ക് പേടിയുണ്ട് യൂസ് ചെയ്യാൻ, ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഞാനത് വാങ്ങി, ഞാനതിൻ്റെ പ്രൊമോഷൻ ചെയ്തു. അത് തെറ്റാണ്, യൂസ് ചെയ്യാതെ ഒരിക്കലും പ്രൊമോഷൻ ചെയ്യാൻ പാടില്ല. കുറച്ച് ഇയേഴ്സ് ബാക്കാണ്, ഞാനത് സ്റ്റാർട്ടിങ് ആവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനത് പ്രൊമോഷൻ ചെയ്തു. എനിക്ക് തോന്നുന്നു അതൊരു 1000-ന് മുകളിലൊക്കെ അതിൻ്റെ വ്യൂസൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഞാൻ ഈ പ്രോഡക്റ്റ് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാറുണ്ടോ എന്ന് പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ യൂസ് ചെയ്യാറുണ്ട്, അത് ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ഫേസ് ഇത്രയും നിറമായിട്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തിൻ്റെ ഹാൻഡൊക്കെ എൻ്റെ അത്ര നിറയ്ക്കേ ഉള്ളൂ, ഒരു മീഡിയം ടോണ്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, ആണോ, ഇത് എൻ്റെ ഉണ്ട്, പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഒരു കുഴപ്പമില്ല, സ്കിന്നിന് പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ എത്ര ബോട്ടിലായി, ഒരുപാട് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫെസ്റ്റിവൽ നമുക്ക് തരുന്ന സമയത്ത് നമ്മളിത് പറയാമെന്ന് വെച്ചാൽ ഇതൊരു നൈറ്റ് ക്രീമാണ്, രാത്രിയാണ് യൂസ് ചെയ്തിട്ട് കിടക്കേണ്ടത്. ഈ ക്രീം ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിൻ ഉപയോഗിക്കരുത്, അല്ലാത്തവർക്ക് ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ 1 മിനിറ്റോളം മസാജ് ചെയ്യണം. രാത്രി ഇത് തേച്ചിട്ട്, നൈറ്റ് ക്രീമാണല്ലോ, തേച്ച് കിടന്നുറങ്ങി 1 മിനിറ്റോളം മസാജ് ചെയ്യണം. ചിലർക്ക് 1 ബോട്ടിലിൽ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും, ചിലർക്ക് 2 ബോട്ടിൽ, ചിലർക്ക് 3 ബോട്ടിൽ. പിന്നെ റിസൾട്ട് വന്ന ശേഷം ക്രമേണ 1 ദിവസം ഇടവിട്ട്, 2 ദിവസം ഇടവിട്ട്, 3 ദിവസം ഇടവിട്ട് അങ്ങനെ ഉപയോഗിച്ച് അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് ഇവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് എന്ത് റിയാക്ഷൻ ആണെങ്കിലും അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ പതുക്കെ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ടാനൊക്കെ മാറി നല്ലോണം ഗ്ലോ ആവാൻ തുടങ്ങി. പതുക്കെ 1 ബോട്ടിൽ, 2 ബോട്ടിൽ, അങ്ങനെ ഞാനൊരു 3 ബോട്ടിലൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് സ്കിന്ന് ഭയങ്കര കളറായി, സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറേ മാറി. കൊള്ളാലോ സാധനം. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു തുടങ്ങി, എന്താ ഉപയോഗിക്കുന്നതെന്ന്. പിന്നെ ഓൾറെഡി എൻ്റെ നെക്കിന് അത്യാവശ്യം കളറുണ്ട്. സോ എനിക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റില്ല. ഫേസിൽ ഭയങ്കരമായിട്ടൊരു ടാനും കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാം റിമൂവായി. പിന്നെ പതുക്കെ സ്കിൻ നല്ല നിറവയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സായി. ഞാൻ എന്ത് ചെയ്തു, ഇതിങ്ങനെ യൂസ് ചെയ്യാനായി തുടങ്ങി. യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ ഡിമെറിറ്റ്സ് എന്താണെന്ന് മനസ്സിലായതും എനിക്കിതിൽ നിന്ന് പണി കിട്ടാൻ തുടങ്ങിയതും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറേ നാൾ യൂസ് ചെയ്തിട്ട് ഒരാഴ്ചയോളം ഞാനിതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഇത് ബോട്ടിൽ തീർന്ന സമയത്ത് എനിക്ക് വാങ്ങാൻ പറ്റിയില്ല, അപ്പോൾ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെയാണ് ശരിക്കുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്.